55-ാമത്തെ പേജിൽ അബൂ ശാമ റഹിമഹുല്ല വീണ്ടും വിവരിക്കുന്നു. വഖദ് അൻകറ ഉമർ ഇബ്നുൽ ഖത്താബ് അലാ തൽഹത്ത് ബിൻ അബ്ദില്ല റളിയല്ലാഹു അൻഹുമ. തൽഹത്ത് ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിനോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിരോധിച്ചിട്ടുണ്ട്. ഫിഅലൈ യഗ്തറു ബിജാഹിലിൽ ജുഖാൽ ഫയഹ്മിലൂനഹു അലാ ഗൈരി വജ്ഹിഹി. വിവരമില്ലാത്ത ആളുകൾ അതിന്റെ ബാഹ്യ പ്രകടനം നോക്കിയിട്ട് തെറ്റായ ധാരണകൾക്ക് വഴിവെക്കുന്ന ഒരു പ്രവർത്തനത്തെ. അതെന്താണ്? ഫിൽ മുവത്തൈ അൻ-നാഫിഇൻ. നാഫി റളിയല്ലാഹു അൻഹു തൊട്ട് മുവത്തയിൽ ഇമാം മാലിക് റഹിമഹുല്ലാ ഉദ്ധരിച്ചിട്ടുണ്ട്. അന്നഹു സമിയ അസ്ലമ മൗല ഉമർ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മൗലയായ അസ്ലമിൽ നിന്ന് നാഫി റഹിമഹുല്ലാ കേട്ടിട്ടുണ്ട്. യുഹദ്ദിസു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട്, ഇന്ന ഉമർ റഅ അലാ തൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു സൗബൻ മസ്ബൂഗൻ വഹുവ മുഹരിമുൻ. ഇഹ്റാം ചെയ്ത സമയത്ത് തൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ ചായമുക്കിയ വസ്ത്രം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ഫഖാല, ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മഹാദ സൗബുൽ മസ്ബൂഗ് യാ തൽഹ. ഇഹ്റാമിലുള്ള സമയത്ത് എന്താണ് ഇങ്ങനെ ചായമുക്കിയ വസ്ത്രം ധരിച്ചിരിക്കുന്നത്? ഖാല തൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ, ഓ അമീറുൽ മുഅ്മിനീൻ, ഇന്നമാ ഹുവ മദറുൻ, ഇത് ചായമുക്കിയതല്ല, മണ്ണ് പുരണ്ടതാണ്. ഫഖാല ഉമർ, അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളുടെ സംഘം അഇമ്മത്തു, സമൂഹം മാതൃകായോഗ്യരായി കാണുന്ന നേതാക്കന്മാരാണ് നിങ്ങൾ. യഖ്തദീ ബികുമുൻ നാസു, ജനങ്ങൾ നിങ്ങളെ തുടരും. ഫലൗ അന്ന റജുലൻ ജാഹിറൻ റഅ ഹാദ സൗബ, ഈ യാഥാർത്ഥ്യം അറിയാത്ത വിവരമില്ലാത്ത വല്ല മനുഷ്യരും ഈ വസ്ത്രം കണ്ടല്ല കാല, അവർ പറയും, ഇന്ന തൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു ഖദ് കാന യൽബസു അസ്സൗബൽ മുസബ്ബഗത ഫിൽ ഇഹ്റാമി, ഇഹ്റാമിലുള്ള സമയത്ത് ചായമുക്കിയ വസ്ത്രം ധരിക്കാറുണ്ടായിരുന്നു എന്ന്. അതുകൊണ്ട് ഫലാ തൽബിസു അയ്യുഹർ റഹത്തു, ഓ സംഘമേ, നിങ്ങൾ ആരും ധരിക്കരുത്, ശൈഅൻ മിൻ ഹാദിഹി സിയാബിൽ മുസബ്ബഗ, പ്രത്യക്ഷത്തിൽ ചായമുക്കിയതാണെന്ന് തോന്നുന്ന വസ്ത്രങ്ങൾ പോലും. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ചായമുക്കിയ വസ്ത്രമല്ല തൽഹ റളിയല്ലാഹു അൻഹു ധരിച്ചത്. പക്ഷേ പൊടിമണ്ണ് പുരണ്ടപ്പോൾ അത് ചായത്തിന്റെ നിറമായി മാറിയത് കൊണ്ട് ആ നിലക്ക് പോലും യാഥാർത്ഥ്യം അനുകൂലമാണെങ്കിലും ജനങ്ങൾ കണ്ടാൽ തെറ്റായ ധാരണ ഉണ്ടാകുമെന്ന് കരുതി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ചായത്തിന്റെ നിറമുള്ള മണ്ണ് പുരണ്ട വസ്ത്രം പോലും ധരിക്കുന്നതിനെ ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകുമെന്ന് ഭയന്നുകൊണ്ട് എതിർത്തതായിട്ടാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മുവത്തയിൽ ഉദ്ധരിച്ച ഹദീസിനെ വിവരിച്ചുകൊണ്ട് അബൂ ശാമ റഹിമഹുല്ലാ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഈ വലംയകും മസ്ബൂഗൻ ബിമാ ലാ യജൂസു ഫിൽ ഇഹ്റാമി ഫിഅലുഹു, ഇഹ്റാമിൽ ധരിക്കാൻ പറ്റാത്ത ഒരു വിലക്കപ്പെട്ട ഒരു ചായമുക്കിയ വസ്ത്രമൊന്നും ആയിരുന്നില്ല അത്. എന്നിട്ടും ഉമർ റളിയല്ലാഹു അൻഹു ഇതിനെ വിലക്കിയത് ജനങ്ങൾക്ക് തെറ്റായ ധാരണയുണ്ടാകുന്നതിനെ ഭയന്നുകൊണ്ടാണ്. അപ്പോൾ അബൂ ശാമ റഹിമഹുല്ലാ ഈ അധ്യായം തുടങ്ങിയത് അൽ മഫ്സദത്തു സാലിസ, മൂന്നാമത്തെ കുഴപ്പം, അഥവാ എല്ലാ രാത്രിയിലും സുന്നത്ത് നിസ്കാരം അനുവദനീയമായതുപോലെ പൊതുവായ നിർദ്ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ ശഅബാൻ 15 അന്നും നിസ്കരിക്കുന്നതിന് എന്താണ് കുഴപ്പം, അത് ഒരു നിസ്കാരത്തിന്റെ ഗണത്തിൽ പെടുത്തിയാൽ പോരെ എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് മറുപടിയായിക്കൊണ്ട് അബൂ ശാമ റഹിമഹുല്ലാ അതുകൊണ്ടുണ്ടാകുന്ന കുഴപ്പങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് മൂന്നാമത്തെ കുഴപ്പമായി വിവരിച്ചതാണ് നാം ഇതുവരെ വിവരിച്ചത്. അപ്പോൾ അന്നറജുൽ ആലിമൽ മുഖ്തദാ ബിഹി വൽ മർമൂഖ ബിഐനി സ്വലാഹി ഇദാ ഫഅലഹ കാന മൂഹിമൻ ലിൽ ആമ്മത്തി അന്നഹ മിനസ് സുനനി കമാ ഹുവൽ വാഖിഉ. മാതൃകായോഗ്യരായ ആളുകളും പണ്ഡിതന്മാരും ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്താൽ ഇത് ഒരു സുന്നത്തായ ഏർപ്പാടാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സ്ഥിരപ്പെട്ട നാം നിലനിർത്തേണ്ട കൊണ്ടു നടക്കേണ്ട ഒരു സുന്നത്തായ ഏർപ്പാടാണെന്ന് സാധാരണക്കാർക്ക് തോന്നിപ്പോകാൻ ഇടയുള്ളത് കൊണ്ടാണ് പൊതുവിൽ സുന്നത്തായ കാര്യമാണ് രാത്രിയിലെ നിസ്കാരം എങ്കിൽ പോലും ശഅബാൻ 15 രാത്രിയിൽ ആ ആമായ തലബിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പോലും സലാത്തു റഗായിബ് നിർവഹിക്കാൻ പാടില്ല എന്നത് വിശദീകരിച്ചു തരികയും അതിന് തെളിവായി മഹാന്മാരായ സഹാബത്തുൽ കിറാമിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഉൽഹിയത്ത് അറുക്കുന്നത് നിർത്തിവെച്ചത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നമുക്ക് വിവരിച്ചു തന്നത്. അപ്പോൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അള്ളാഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പഠിപ്പിക്കാത്ത ഒരു വിഷയവും ദീനിൽ പെട്ടതാണ് എന്ന് സമൂഹത്തിന് തോന്നുന്ന ഒരു രൂപത്തിലേക്ക് ഒരു നിലക്കും പണ്ഡിതന്മാരായ ആളുകൾ ജനങ്ങളെ നയിക്കരുത്, അതിന് കാരണമായി തീരുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനം പണ്ഡിതന്മാരിൽ നിന്ന് ഉണ്ടാവരുത് എന്നാണ് അബൂ ശാമ റഹിമഹുല്ലാ നമുക്ക് വിവരിച്ചു തരുന്നത്. ഇത് തന്നെയാണ് ഇമാം ഗസാലി റഹിമഹുല്ലാ പരലോകത്തെ കുറിച്ച് ചിന്തയുള്ള ഉഖ്റവിയായ പണ്ഡിതന്മാരുടെ ലക്ഷണമായി
അയ്യക്കൂന ശദീദ തവഖി മിൻ മുഹ്ദസാത്തിൽ ഉമൂരി വൈൻ ഇത്തഫഖ അലൈഹിൽ ജുംഹൂർ ഫലാ യഖുറൻ ഇത്ബാഖുൽ ഖൽഖി അലാമ ഉഹദിസ ബഅദ സ്വഹാബത്തി റളിയല്ലാഹു അൻഹും. ലോകത്തെ സർവ്വ ജനങ്ങളും സഹാബത്തുൽ കിറാമിന്റെ കാലശേഷം ആരംഭിച്ച പുത്തൻ ആചാരങ്ങളിൽ മുഴുകിയാൽ പോലും പരലോകത്തെ ഭയപ്പെടുന്ന പണ്ഡിതന്മാർ അത്തരം ആചാരങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുന്നവരായിരിക്കും എന്ന് വിശദീകരിച്ചതും നാം മുമ്പ് ഇവിടെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഭൗതിക താല്പര്യങ്ങളും സ്ഥാനമാനങ്ങളും ആളുകളുടെ മുമ്പിൽ നല്ല പിള്ള ചമയാനും സമൂഹത്തിൽ നേതാവായി ചമഞ്ഞു നടക്കാനും അനുയായികളെ കാണിച്ചുകൊണ്ട് ദുനിയാവ് നേടാനും ഒക്കെ ആഗ്രഹിക്കുന്ന പണ്ഡിത വേഷധാരികൾക്ക് ഇതൊന്നും ഒരു വിഷയമല്ലെങ്കിലും ഉഖ്റവിയായ പണ്ഡിതന്മാർക്ക്, പരലോകത്തെക്കുറിച്ച് ചിന്തയുള്ള പണ്ഡിതന്മാർക്ക് സഹാബത്തുൽ കിറാമിന്റെ ഈ ജീവിത ശൈലികളിൽ നിന്നൊക്കെ ധാരാളം മനസ്സിലാക്കാനുണ്ട് എന്ന കാര്യം അള്ളാഹുവിനെ ഭയപ്പെടുന്ന മുഅ്മിനീങ്ങളെ ഉണർത്തിക്കൊണ്ട് ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നു.